കേരളത്തിലെ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും നേരിടുന്ന ഒരു പ്രശ്നമാണ്. നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കണക്കല്ലേ ഒറ്റപ്പെട്ട സംഭവം അല്ല രോഹിത് വിമലയെന്നു. IIT-യിലെ ഓരോ വർഷവും എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്? NIT-കളിൽ ആത്മഹത്യ ചെയ്യുന്ന എത്ര കുട്ടികളാണ്? ഇതിന്റെയൊക്കെ പിന്നാമ്പുറങ്ങൾ നമ്മൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള റാഗിങ്ങും പരസ്യ വിചാരണയും ഇതിനേക്കാളും ക്രൂരമായിട്ടുള്ള ഉപദ്രവങ്ങളും വളരെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ കണ്ടു വളർന്ന ഒരാളാണ്. കാരണം ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ ഇതുണ്ടായിരുന്നു. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇനി വിദ്യാർത്ഥി സംഘടനകൾ ഒന്നുമില്ലെങ്കിലോ വിദ്യാർത്ഥി സംഘടന, ഞാൻ കൊല്ലം എസ് എം കോളേജ് പഠിക്കുന്ന സമയത്ത് പഴയ കാര്യമൊന്നും ഇവിടെ പറയണ്ട സാർ, പഴയ കാര്യമൊന്നും ഇവിടെ പറയണ്ട. ഇവിടെ SFI എന്നുള്ള സംഘടന ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് ക്യാമ്പസുകളിൽ വർഗീയ ശക്തികൾ കടന്നു വരാത്തത് എന്ന് ഉച്ചത്തിൽ പറയുകയും ക്യാമ്പസിൽ അരാജകത്വം ഉണ്ടാകാത്തത് ഞങ്ങൾ കാരണമാണെന്ന് പറയുകയും ചെയ്തിട്ട് ഇങ്ങനെ ഒരു കൊലപാതകത്തിന്റെ മുന്നിൽ നിന്ന സംഘടനയെ ന്യായീകരിക്കരുത്. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ, ഇത് യാത് ജില്ല. മറ്റെന്ത് കാര്യങ്ങൾ മുമ്പ് ചെയ്ത കാര്യങ്ങളുമായി വെച്ചുകൊണ്ട് പറയരുത്. അത് ശരിയല്ല. ഡോക്ടർ ബി ജയരാജ്, രാഹുൽ ഒരു സംഘടനയെ മാത്രം കോർണർ ചെയ്തുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ ചർച്ചകൾ പോകുന്നത് എന്നാണ് ഡോക്ടർ ബി ജയരാജ് പറയുന്നത്. പൊളിറ്റിക്കൽ ലിഞ്ചിങ് നടക്കുന്നു എന്ന അപഹാസ്യമായ ഒരു പ്രസ്താവന മുഹമ്മദ് റിയാസിൽ നിന്നുണ്ടായി. മുഹമ്മദ് റിയാസിൽ നിന്നുണ്ടായത് പൊളിറ്റിക്കൽ ലിഞ്ചിങ് SFIക്കെതിരെ നടക്കുന്നു എന്നാണ്. എന്താണ് റിയാസിനുള്ള മറുപടി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഒന്നാമത്തെ കാര്യം ശ്രീ മഞ്ജുഷയെ, ഇപ്പോ എനിക്ക് മുൻപ് സംസാരിച്ച ആള് അധ്യാപകനല്ലേ? അതെ, സത്യം. നിങ്ങളുടെ ഗസ്റ്റ് ആര് വേണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്റെ വിനയത്തോടെയുള്ള ഒരു അഭ്യർത്ഥന, ഇതുപോലെ അധ്യാപകനാകാൻ മനസാക്ഷിയില്ലാത്ത ആളുകൾ ഇരിക്കുന്ന ചർച്ചയിൽ ദയവ് ചെയ്ത് എന്നെ ഇനി വിളിക്കരുത് എന്ന് മാത്രമാണ് തുടക്കത്തിൽ തന്നെ അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. കാരണം ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില മൂല്യങ്ങളില്ലേ? എന്തിനാണ് അദ്ദേഹം SFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇതിനെ ജനറലൈസ് ചെയ്യുന്നത്? ഇത് NIIT-കളിലും അതുപോലെ തന്നെ IIT-കളിലും ഒക്കെ നടക്കുന്ന അനിതര സാധാരണമായി നടന്നുകൊണ്ടിരിക്കുന്ന റാഗിങ്ങുകളിൽ ഒന്നാണ് ഇത് എന്ന് അദ്ദേഹം പറയുമ്പോൾ, ഒന്ന് ബഹുമാനപ്പെട്ട അധ്യാപക, അങ്ങയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇതൊന്നും റാഗിംഗ് അല്ല, ഇത് സദാചാര ഗുണ്ടായിസമാണ്. ആ ക്യാമ്പസിനകത്തെ ഒരു പെൺകുട്ടിയോടൊപ്പം ഒരു വിശേഷ ദിവസം വാലന്റൈൻസ് ഡേ ഡാൻസ് ചെയ്തു, ഒരുമിച്ച് ഡാൻസ് ചെയ്തു എന്ന് കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ 3 ദിവസം അതിക്രൂരമായി മർദ്ദിക്കുന്നത് ഒന്ന് സദാചാര ഗുണ്ടായിസാണ്. ഉറക്കം വരുന്നു. അത് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ നേരത്തെ ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ഹനുമാൻ സേനയും അതുപോലെയുള്ള സംഘടനകളുമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒന്നത്. 2 സാർ, ഇത് ആൾക്കൂട്ട വിചാരണയാണ്. അരയിൽ ഷുക്കൂറിനെ കൊന്നതുപോലെ താലിബാനിൽ താലിബാനിസ്റ്റുകൾ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ആളുകളെ വിചാരണ ചെയ്ത് കൊല്ലുന്നത് പോലെ ആൾക്കൂട്ട വിചാരണയാണ്. അതിനെ റാഗിംഗ് തന്നെ ഒരു സോഷ്യൽ ഈവിളാണ്, ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. അതുമായി പറഞ്ഞ് പരിമിതപ്പെടുത്തരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് അങ്ങയോട് എനിക്ക് വെക്കാനായിട്ടുള്ളത്.